എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസോ കണ്ടാ എന്റെ കണ്ണങ്ങ് വല്ലാതെ എനിക്ക് പ്രയാസം മറ്റുള്ളവരുടെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചില്ലെങ്കിൽ ഒരു പ്രയാസമാണ്. നമ്മുടെ ചെറുവള്ളക്കാവ് അമ്പലത്തിലെ കൊട്ടേഷനൊക്കെ എഴുതിയിട്ട് ഞാൻ പഠിക്കട്ടിലെ കൊട്ടേഷൻ എടുത്ത് തിരിച്ചു വരിക. ആ മുട്ടാറ് പാലം അങ്ങോട്ട് ഇറങ്ങി വരുമ്പോ ആ പാലത്തിന്റെ തൊട്ട് താനെയല്ലോ ഇടിവെട്ട് തങ്കച്ചന്റെ വരുന്നുണ്ടോ? അയാളോട്ട് വിഷയമോ? അയാളോട്ട് വിഷയമൊന്നുമില്ല. ഒരു ചെറിയ ഒരു 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 സംശയം വന്ന അത്രേ ഉള്ളൂ. അതല്ലേ ഞാനിത് കൊല്ലം അറിയുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോ ഇടിവെട്ട് തങ്കച്ചന്റെ വീടിനടുത്ത് എത്തുമ്പോഴാണ് ദാരുണമായ ഒരു കാഴ്ച ഞാൻ കണ്ടത്. തങ്കച്ചൻ ആരെയോ കൊന്നു പാലത്തിനടിയിട്ട് അല്ലല്ലോ പറയട്ടെ കേട്ടെ. തങ്കച്ചന്റെ ഭാര്യ ത്രേസ്യാക്കുട്ടി പശുത്തൊഴുത്തിരുന്ന് ചാണകം വാരുന്നത്. ചാണകം വാരി എഴുന്നേറ്റതും ത്രേസ്യാക്കുട്ടിയുടെ മേമുട്ടഴിഞ്ഞ് താഴെ വീണ്. ത്രേസ്യാക്കുട്ടിയുടെ രണ്ട് കയ്യിലും ചാണകം. എന്ത് ചെയ്യണമെന്നറിയാതെ താഴെ വീണമുണ്ടും കയ്യിലെ ചാണകം നോക്കി വിഷമിച്ച് നിൽക്കുമ്പോ എന്നിലെ വെടിക്കെട്ടുകാരൻ ഉണർന്നു. ഞാൻ ഓടിക്കുന്ന താഴെ വീണ് കിടന്ന മുണ്ടെടുത്ത് ത്രേസ്യാക്കുട്ടിയുടെ അരയിൽ ഉടുപ്പിച്ച് കൊടുത്തു. അതും കണ്ടോണ്ടാണ് ഇടിവെട്ട് തങ്കച്ചൻ കയറി വന്നത്. ടൈമിങ് വെടിക്കെട്ടിന് പോലും ടൈമിങ്